ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട കുത്തിപ്പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്കൊരു 6 ചെറിയുള്ളി അതിനെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് വഴറ്റിയിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സവാളയായാലും ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചതച്ച മുളകും ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. എനിക്ക് തേങ്ങ നല്ല ഇഷ്ടമാണ് ഇതിൽ, അപ്പോൾ ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിനി. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട നന്നായിട്ട് അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ല, എന്തുണ്ടാക്കണമെന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി നമുക്കിത് ഉലർത്തിയെടുക്കണം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മുട്ട കുത്തി പൊരിച്ചത്, മുട്ട ചിക്കി പൊരിച്ചതെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച് മതി. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട കുത്തി പൊരിച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളിയാണ്. ചോറ് തീരുന്ന വഴി അറിയില്ല ഇതുണ്ടെങ്കിൽ, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.